ക്യാഷർ എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്ന കുട്ടികളാണ്. കുട്ടികളും പിന്നെ സപ്പോർട്ടിനായിട്ട് രക്ഷാകർത്താക്കളും. എങ്ങനെ പോണു? നല്ല രീതിക്ക് പോകുന്നു. തിരക്കാണല്ലേ? കപ്പ എത്ര ക്വാണ്ടിറ്റി അനുസരിച്ച് പോകും. ഒരുപാട് പ്രശസ്തരായി പ്രഗത്ഭരെയും വളർത്തിക്കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. ബാക്കിയുള്ള സ്കൂളുകൾക്കും ഇങ്ങനെ ഒരു ഇത് കണ്ട് ബാക്കിയുള്ള സ്കൂളുകൾ എല്ലാ സ്കൂളുകൾക്കും ഇങ്ങനൊരു ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനോഭാവം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു. വളരെ സന്തോഷം. ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1989 ബാച്ചിൽ SSLC പാസ്സായ ആളാണ്. എൻ്റെ മകളിപ്പോൾ ഇവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വളരെ സന്തോഷമാണ് ഈ 100 വർഷമാകുന്ന വേളയിൽ. ഗോപകുമാർ എത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ശക്തമായ സമരങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു തലമുറയാണ് ഈ സ്കൂള് നിർമ്മിച്ചു നൽകിയതെന്നുള്ളൊരു ആത്മാഭിമാനം ഞങ്ങൾക്കുണ്ട്. ഹായ്, നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് പരവൂര് SNV സ്കൂളിലാണ്. ഇവിടെ ഇന്നൊരു വലിയൊരു വിശേഷമുണ്ട്. 100 വർഷം എത്തുകയാണ് ഈ ഒരു സ്കൂള്, 100ാം വാർഷികം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി വരുമ്പം തന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തട്ടുകട പോലൊരു സെറ്റപ്പ്. കുട്ടികളൊക്കെ വന്ന് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മളിപ്പോ ഇങ്ങോട്ട് കയറി വരുമ്പം തന്നെ ഇവിടെ സ്കൗട്ടിലെ പിള്ളേരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ സ്കൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻട്രൻസിൽ നമ്മൾ ഇവരുടെ ഒരു പരേഡൊക്കെ ഇവിടെ നേരത്തെ കണ്ടതാണ്. പാട്ടുമായിട്ട് ഒരു വഴിക്ക് പോകുമ്പോൾ ഇവിടെ കണ്ടില്ലേ, സ്കൗട്ടിലെ പിള്ളേര് അവരുടെ ജോലി നല്ല അടിപൊളിയായിട്ട് ചെയ്യുവാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് വിൻസിന, 9ൽ പഠിക്കുന്നു. സ്കൗട്ടില് എത്രാം ക്ലാസ്സിലാ ചേർന്നത്? 8ൽ. ഇവിടെ എത്രാം ക്ലാസ് തൊട്ടാ വന്നത്? 5ാം ക്ലാസ് തൊട്ട്. മോളെ സിയാന സാബ് 9ൽ. ഞാൻ ഇവിടെ 5th മുതൽ വന്നതാ. ഇവിടെ ഈ സ്കൂളില് എത്രാം ക്ലാസ് തൊട്ടാ വന്നത്? 100 വർഷം എത്തി. സന്തോഷമുണ്ട്. എത്ര പഠിക്കും? 5 തൊട്ട് ഇവിടെ തന്നെ. ഒരു 100 വർഷം എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്കൂള്. ഇവിടെ കണ്ടില്ലേ, ഒരു ബുക്കുമായിട്ട് പിള്ളേര് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഈ ബുക്കിനെ പറ്റി ചോദിക്കാം. ഇതൊരു സ്പെഷ്യൽ ബുക്കാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ എഴുതിയ ബുക്കാണ്. അവര് വരച്ച ചിത്രങ്ങളും അവരെ സ്വന്തമായ ഭാവനകളും കൊണ്ട് എഴുതിയതാണ്. നേതൃത്വത്തിൽ അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് കേരളത്തിൽ തന്നെ മാതൃകയാണ്. കൗണ്ടറിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വളരെ സന്തോഷം. ഇതാണ് ബുക്ക് കേട്ടാ, നക്ഷത്രങ്ങളുടെ പള്ളിക്കുടം. പേരുണ്ട വിദ്യാർത്ഥിനികൾ, ഇവിടത്തെ കുട്ടികളാണ് ഇത് എഴുതിയത്. എല്ലാം നല്ല രീതിക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ഈ ചിത്രങ്ങളും കഥകളും എല്ലാം ഉണ്ടല്ലേ. നമ്മുടെ ഈ ഒരു 100ാം വാർഷികത്തിൽ നമുക്ക് ഇവിടെ കുറച്ച് പേരുണ്ട്. നമുക്ക് അവരോടൊക്കെ ഇവിടുത്തെ അഭിപ്രായം ചോദിക്കാം. നമ്മളെല്ലാം PTA എക്സിക്യൂട്ടീവും PTA ഭാരവാഹികളുമാണ്. 100 വർഷം പൂർത്തിയായി ഈ മുത്തശ്ശി കലാലയം ഒരുപാട് പ്രശസ്തരായി പ്രഗത്ഭരെയും വളർത്തിക്കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. കലാലയത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തെ പ്രബുദ്ധമാക്കുവാൻ പറഞ്ഞ ശ്രീനാരായണ ഗുരു മഹാദേവൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തുടങ്ങിയ ഒരു വിദ്യാലയമാണ്. അതിൽ SMB സമാജം എന്നുള്ള സംഘടന രൂപീകരിക്കുകയും ആ സംഘടനയുടെ കീഴിൽ ആരംഭിക്കുകയും അദ്ദേഹത്തിൻ്റെ കാൽസ്പർശം കൊണ്ട് വളരെയേറെ ഗുരുവൽക്കരിച്ചിട്ടുള്ള ഒരു കലാലയമാണ്. ആ 100 വർഷം പൂർത്തിയാകുന്ന കാലയളവിൽ അതിൻ്റെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി നിൽക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച ഒരു മഹാഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നത്. പോലീസ് ആയാലും JRC ആയാലും കിറ്റ് കൈറ്റ്സ് ആയാലും
അങ്ങനെ എല്ലാ മേഖലകളിലും അതിൻ്റെതായ വ്യക്തിമുദ്രം പതിക്കുന്ന എല്ലാ മേഖലകളും പിറച്ചുകൊള്ളുന്ന സമ്പൂർണ്ണ വിദ്യാർത്ഥി രംഗത്തുമുള്ള സമ്പൂർണ്ണ കലാലയമായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം. ഒരു 100 വർഷം പൂർത്തിയാകുന്ന വിദ്യാലയം എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു സമൂഹത്തിന് ഈ പറവൂരിൻ്റെ മേഖലയിലാകെ ഒരു കാലഘട്ടത്തിൽ ആറ്റിങ്ങലിനും കൊല്ലത്തിനും ഇടയിൽ ഉള്ള ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസ മേഖല ഇതായിരുന്നു എങ്കിൽ അന്ന് മിക്സഡ് ആയിരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു സാമൂഹിക പുരോഗതിക്ക് വേണ്ടി അധസ്ഥിതരുടെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ മാത്രം കഴിയുന്നതിനുള്ളിൽ അർത്ഥവത്തായ തലത്തിൽ ഈ സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു കലാലയം എന്നുള്ള നിലയിൽ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ മുത്തശ്ശി കലാലയം എന്ന് പറയാവുന്ന കലാലയത്തിൻ്റെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാകുന്ന കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു നമുക്ക് ഇപ്പോൾ ഇവരെ കൂടെ ഈ PTA മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട്. കണ്ടില്ല, ഇവരൊക്കെ ഒരേ കളർ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, ഡ്രസ് കോഡൊക്കെ ഉണ്ട്. എല്ലാവരും അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അറ്റത്തുനിന്ന് ഓരോരുത്തരെ പരിചയപ്പെട്ടു. പേരും ഇത് ഒന്നും പറയാം. ഞാൻ ജയകുമാർ, PTA എക്സിക്യൂട്ടീവ് അംഗമാണ്. പരവൂരാണ്. പേര് പ്രദീപ് എന്നാണ്, PTA എക്സിക്യൂട്ടീവ് ആണ്. എൻ്റെ മകളാണ് ഇവിടെ പഠിക്കുന്നത്, 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം വളരെ സന്തോഷമാണ് ഈ നിമിഷത്തിൽ. കാര്യം ഈ 100ാം വാർഷികത്തിൽ എനിക്കിവിടെ PTA ഒരംഗമാകാൻ സാധിച്ചതിൽ, ഈ 100ാം വാർഷികത്തിൽ അത് വളരെ സന്തോഷമാണ്. അഡ്വക്കേറ്റ് അജിത്ത് PTA എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എൻ്റെ മകൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദ്യ അജിത്താണ്. വളരെ സന്തോഷമാണ് ഈ 100ാം വർഷം ആഘോഷിക്കുന്ന PTA എക്സിക്യൂട്ടീവ്. എൻ്റെ പേര് സിന്ധു ശിവപ്രസാദ്. ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1989 ബാച്ചിൽ SSLC പാസ്സായ ആളാണ്. എൻ്റെ മകളിപ്പോൾ ഇവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വളരെ സന്തോഷമാണ് ഈ 100 വർഷം ആകുന്ന വേളയിൽ അതിൽ PTA ആയിട്ട് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എൻ്റെ പേര് സുവി. ഞാൻ എൻ്റെ മകളെ ഇവിടെ ചേർക്കാൻ വന്ന സമയത്താണ് ഈ സ്കൂളിൽ എത്തിയതും ഇപ്പൊ മദർ PTA അംഗമായി മാറിയേക്കുന്നതും. വളരെ അഭിമാനം തോന്നുന്നു ഇതിന്റെ ഭാഗമായി തീർന്നതിന്. നന്ദി. എൻ്റെ പേര് രഞ്ജിനി. ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പം ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ എനിക്കും പങ്കുചേരാൻ പറ്റിയതിൽ അഭിമാനം കൊള്ളുന്നു. എൻ്റെ പേര് ലജി. ഞാനും PTA അംഗമാണ്. ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയ ഒരു മഹാഭാഗ്യമായി കാണുന്നു. എല്ലാത്തിലും സന്തോഷം. ഞാൻ രാജിയാണ്. ഞാനും ഒരു PTA എക്സിക്യൂട്ടീവ് അംഗമാണ്. ഞാൻ ഇവിടെ പഠിച്ച വിദ്യാർത്ഥിനിയായിരുന്നു. എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 8 വർഷം കൊണ്ട് PTA ഒരു മെമ്പറായിട്ട് ഇരിക്കുന്നു. എനിക്ക് ഈ 100ാം വാർഷികത്തിൻ്റെ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഈ ഒരു നല്ലൊരു സുവർണ അവസരത്തിനും നന്ദി പറയുന്നു. എൻ്റെ പേര് രേണുക. ഞാൻ 7 വർഷം കൊണ്ട് PTA മെമ്പറും എക്സിക്യൂട്ടീവ് അംഗവുമാണ്. ഈ ഇങ്ങനെ ഒരു 100ാം വർഷം പോലെ ആഘോഷിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. നമ്മളവിടെ ഇപ്പം ഇനി സംസാരിക്കാൻ പോകുന്ന PTA പ്രസിഡന്റാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ സ്കൂളിൻ്റെ 100ാം വാർഷികമാണ്. 100ാം വാർഷികം എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ PTA ഈ സമയത്ത് തന്നെ ഈ 100ാം വാർഷികം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണ്. കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിപ്ലവകാരി ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശമേറ്റ മണ്ണിലാണ് ഈ സ്കൂള് നിൽക്കുന്നത്. അദ്ദേഹമാണ് ഭദ്രദൈവം കൊടുത്ത് ഈ സ്കൂള് ആരംഭിച്ചത് തന്നെ. ഒരു കാലത്ത് പഠിക്കാൻ പാവപ്പെട്ടവർക്ക് അവകാശമില്ലായിരുന്ന സമയത്ത് പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ശക്തമായ സമരങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു തലമുറയാണ് ഈ സ്കൂള് നിർമ്മിച്ച് നൽകിയതെന്നുള്ളൊരു ആത്മാഭിമാനവും ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ, അക്കാഡമിക് രംഗത്തുള്ള പ്രവർത്തനവും അതുപോലെ പാഠ്യേതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ കേരളത്തിലാകമാനം ചർച്ച ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ 100ാം വാർഷികം വളരെ മനോഹരമായി ഒരു വർഷക്കാലം കൊണ്ട് സംഘടിപ്പിച്ചു വരികയും അതോടൊപ്പം തന്നെ ഞങ്ങൾ കുട്ടികൾ എഴുതിയ, അവർ വരച്ച ചിത്രങ്ങളും അവരെഴുതിയ കവിതകളും അടങ്ങിയ ഒരു പുസ്തകം കേരളത്തിൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് പുറത്തിറക്കിയിരിക്കുകയാണ് PTA നേതൃത്വത്തിൽ. നക്ഷത്രങ്ങളുടെ പള്ളിക്കൂടം എന്ന പേരിട്ടുകൊണ്ട് പുസ്തകം ഇപ്പോൾ വിപണിയിലാണ്. വളരെ മെച്ചപ്പെട്ട പ്രതികരണമാണ് ആ പുസ്തകത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു സുദിനം കൂടിയാണ് ഞങ്ങൾക്ക് ഇന്നും നാളെയും സമ്മാനിക്കുന്നത് എന്നുകൂടി അറിയിക്കുകയാണ്. ഞങ്ങളോടൊപ്പം നിന്ന മുഴുവൻ നല്ലവരായ നാട്ടുകാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും PTA ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുകയാണ്.
എൻ്റെ പേര് ബൈജു. ഞാൻ PTA വൈസ് പ്രസിഡന്റും ഭരണസമിതി അംഗവും കൂടിയാണ്. നമ്മൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, PTA പ്രസിഡന്റ് സൂചിപ്പിച്ചായിരുന്നു, ശ്രീനാരായണ ഗുരുകാൽ ഭദ്രദീപം കൊളുത്തി ആരംഭിച്ച ഒരു സ്കൂളാണ്. അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ സ്കൂളിൻ്റെ ചരിത്രമെന്ന് പറയുന്നത്, നമ്മൾ ഒരു കാലത്ത് ഫീസ് കൊടുത്ത് പഠിക്കേണ്ട, താഴ്ന്ന ജാതിക്കാർ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സമയത്ത് പിന്നെ അവർക്ക് ഫീസ് കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഗുരുദേവനാൽ അരുളിപ്പാട് ഉണ്ടാവുകയും ആ ഗുരുദേവനെ സമീപിക്കുമ്പോൾ ആ അരുളിപ്പാട് പ്രകാരം ഒരു സ്കൂള് രൂപീകരിക്കുകയും പിടിയരി സ്വരൂപിച്ചും നാളികേരം സ്വരൂപിച്ചും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സ്കൂളിൻ്റെ പ്രവർത്തന ചിലവിനുമായിട്ടുമൊക്കെ എടുത്തുകൊണ്ട് ഒരു സ്കൂള് ആരംഭിക്കുകയും, സ്കൂള് ആരംഭിച്ച കാലത്ത് ഇതൊരു മിക്സഡ് സ്കൂളായിരുന്നു. ആ മിക്സഡ് സ്കൂള് പിന്നെ സർക്കാർ ഫീസ് പിൻവലിച്ച് 2 സ്കൂളുകൾ അടുത്തടുത്ത് വന്നതിന് ശേഷമാണ് അപ്പുറത്ത് ആൺകുട്ടികൾക്കും ഇത് ഒരു ഗേൾസ് ഹൈസ്കൂളുമായിട്ട് മാറിയത്. ഇതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇതിൻ്റെ ആകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ PTയുടെ നേതൃത്വത്തിൽ നക്ഷത്രങ്ങളുടെ പള്ളിക്കൂടം, അതായത് കുട്ടികൾ തന്നെ എഴുതി അവർ തന്നെ പിന്നെ പബ്ലിഷ് ചെയ്യുന്ന ഒരു പുസ്തകം PTയുടെ നേതൃത്വത്തിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് PTയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ നടക്കുന്ന ചടങ്ങിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതും ഒരു വലിയ PTയുടെ നേതൃത്വത്തിൽ ഒരു ചരിത്ര സംഭവമായിട്ടാണ് കാണുന്നത്. ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അതെല്ലാം തന്നെ ഞാൻ നമ്മുടെ നഗരസഭ ഇപ്പം ഈ ബുക്ക് വാങ്ങുന്ന ആളെ പരവൂരുള്ള എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഈ മാവനെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നമ്മുടെ ഇവിടുത്തെ പരവൂര് സീതാ ബേക്കറിയുടെ ഓണറാണ്. പരവൂര് നമ്മുടെ സീതാ ബേക്കറിയുടെ. അപ്പം ഇവിടെ വന്ന് ബുക്ക് വാങ്ങിച്ച് കുട്ടികൾക്കൊരു പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ഭയങ്കര ഇതായിട്ട് തോന്നുന്നു. ഇങ്ങനെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ബുക്ക് എഴുതാൻ തോന്നിയതും, ഇങ്ങനെ ഈ സ്കൂളിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു കുട്ടികൾ ഈ ബുക്ക് ഇങ്ങനെ പ്രകാശനം ചെയ്യാൻ അവർക്ക് തോന്നിയത്. അതൊരു വളരെ നല്ലൊരു കാര്യമായിട്ടും ബാക്കിയുള്ള സ്കൂളുകൾക്കും ഇങ്ങനെ ഒരു ഇത് കണ്ട് ബാക്കിയുള്ള എല്ലാ സ്കൂളുകൾക്കും ഇങ്ങനെ ഒരു ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനോഭാവം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു. റിട്ടയർഡ് HM ഹസ്ബൻഡാണ് SNV ഗേൾസ് ഹൈസ്കൂളിൽ. ഈ 100ാം വാർഷികമായിട്ട് വളരെ നല്ലൊരു പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും പങ്കെടുത്ത് വളരെ നല്ലൊരു വേദിയാണ് ഇത് പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബുക്കിനെ സംബന്ധിച്ച് ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളുടെ എല്ലാം ഒരു നല്ല പരിപാടിയാണ് അടുത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൊള്ളാം, ഇനിയും വരട്ടെ എന്ന് ആലോചിക്കുന്നു. കൊള്ളാമോ പരം? ഇവിടെ കുട്ടികളാണ്, ഇവിടെ ക്യാഷറും എല്ലാം. ക്യാഷർ എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്ന കുട്ടികളാണ്. കുട്ടികളും പിന്നെ സപ്പോർട്ടിനായിട്ട് രക്ഷാകർത്താക്കൾ. കച്ചവടം എങ്ങനെ പോണു? നല്ല രീതിക്ക് പോകുന്നു. തിരക്കാണല്ലേ? കപ്പ എത്ര ക്വാണ്ടിറ്റി അനുസരിച്ച് പോകും. കഴിക്കാൻ എന്തൊക്കെയുണ്ട്? ചീനിയുടെ കൂടെ കറി മുളക് ഉടച്ചതാണ്. ചീനിയുടെ പുഴുങ്ങിയ ചീനി എല്ലാം ഇവിടെ സെറ്റ് ചെയ്തത്. കാറ്ററിംഗ് ആണ് അതാ രക്ഷാകർത്താക്കളാണല്ലേ? ഓ, ഞാൻ വിചാരിച്ചു
അപ്പം നമ്മുടെ ഈ സ്കൂളിലെ രക്ഷകർത്താക്കളാണ് ഈ ഒരു സെറ്റപ്പ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്, തട്ടുകട സെറ്റപ്പ്. അപ്പം നമ്മളെ വീട്ടിൽ കിട്ടുന്ന അതേ രുചിയിൽ ഉണ്ണിയപ്പം, പപ്സ്, ലഡു, പിന്നെ നമ്മുടെ കപ്പ കറി, വാഴക്കപ്പം എല്ലാം ഉണ്ട്. ഇത് കണ്ട കപ്പയും നമ്മുടെ ഉള്ളി വെച്ചിട്ടുള്ള ചമ്മന്തി. ഉള്ളി വെച്ചിട്ടുള്ള ചമ്മന്തി അല്ലേ? ഉള്ളി പച്ചമുളക് കണ്ടില്ലേ? അല്ലെ പക്ക കോമ്പയാണ് കേട്ടോ ഇത്. പച്ച വെളിച്ചെണ്ണ, ഉള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ കപ്പ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും രാവിലെ മുതൽ. പക്ഷേ സാറിൻ്റെ അഭാവത്തിൽ നമ്മുടെ MLA അഭാവത്തിലാണ് ചെയർപേഴ്സൺ നിലയിൽ എനിക്ക് ഒരു ഉദ്ഘാടനം ചെയ്യേണ്ടത്. സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണെങ്കിൽ തന്നെ നമ്മുടെ മന്ത്രി വരുന്ന ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു വർണ്ണപ്പകിട്ട് ഉള്ള ഒരു പ്രതീതിയായിരുന്നു നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ. എന്നാലും നമ്മുടെ കുട്ടികളെല്ലാം തന്നെ വളരെ സന്തോഷത്തിലാണ്. അതുപോലത്തെ പുസ്തകം വായിക്കാനുള്ള ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു. നമ്മുടെ വായന ശീലം വർദ്ധിപ്പിക്കുക എന്നുള്ള ആശയത്തോടു കൂടിയാണ് നമ്മുടെ ഒരു നക്ഷത്രങ്ങളുടെ പള്ളിക്കൂടം എന്നൊരു പുസ്തകം ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. കവിത സമാഹാരങ്ങൾ അടങ്ങിയ അത് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജിലുണ്ട്. അത് ഒന്ന് ഓടിച്ച് വായിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതിയിരിക്കുന്ന കൂടുതലും ലഹരിക്ക് എതിരായിട്ടാണ് മിക്ക കുട്ടികളുടെയും ഒരു കവിത ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ നിങ്ങളൊക്കെ അതിന്റെ ഭാഗമായി പൂർവാധിക വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ SNV സ്കൂളിൽ നിന്നും സൈൻ ഔട്ട്.